ബിഗ് ബോസിൽ ഇന്ന് രാവിലെ തന്നെ പവർ ടീമിന്റെ പുതിയ നിയമങ്ങളാണ് നടപ്പിലായത്. വേക്കപ്പ് സോങ് ഇടുന്നതിന് മുൻപായി തന്നെ എല്ലാവരും എഴുന്നേറ്റ് ഗാർഡൻ ഏരിയയിൽ എത്തിയിരിക്കണം എന്ന് ഇന്നലെ പവർ ടീം പുതിയ നിയമം പുറപ്പെടുവിച്ചിരുന്നു. അതുപ്രകാരം തന്നെ സിജോ ഒഴികെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ജാസ്മിൻ മാത്രമാണ് എഴുന്നേൽക്കുന്ന കാര്യത്തിൽ അല്പം മടി കാണിച്ചത്. കിച്ചൺ ടീമെല്ലാം രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി. എല്ലാവർക്കുമുള്ള ബ്ലാക്ക് കോഫിയെല്ലാം ഇട്ടുകഴിഞ്ഞു. എല്ലാവരും ഓരോ കട്ടൻ കാപ്പിയും കുടിച്ച് ഗാർഡൻ ഏരിയയിലും മറ്റും വർക്കൗട്ട് ചെയ്യുകയും കൊച്ചു കൊച്ചു സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകളായിരുന്നു ഇന്ന് രാവിലെ ലൈവിൽ കാണാൻ പറ്റിയത്. വേക്കപ്പ് സോങ് ഇടുന്നതിന് മുൻപായി തന്നെ എല്ലാവരും റെഡിയായി. ഇന്ന് എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വെച്ച് തന്നെയാണ് വേക്കപ്പ് സോങ്ങിന് നൃത്തച്ചുവടുകൾ വെച്ചത്. ഇത് പവർ ടീമിന്റെ ഒരു നല്ല തീരുമാനം തന്നെയായി തോന്നി. സാധാരണ വേക്കപ്പ് സോങ് ഇടുന്ന സമയങ്ങളിൽ ഓരോരുത്തരും ബെഡിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇത് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡുകളിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് തങ്ങൾ ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവന്നാലോ എന്ന് രശ്മിനും ജിൻഡോയും അടങ്ങുന്ന പവർ ടീം തീരുമാനിച്ചത്. മാനസികമായി ചിലർക്ക് അതിനോട് എതിർപ്പുണ്ടെങ്കിലും ആരും വിയോജിപ്പൊന്നും കാണിക്കാതെ എല്ലാത്തിലും പങ്കുചേർന്നു. ഇന്നലെയുണ്ടായ സംഭവത്തിൽ സിജോയ്ക്ക് കാര്യമായ പരിക്ക് തന്നെ പറ്റിയിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ പല്ലിനും താടിയെല്ലിനുമെല്ലാം പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി പെയിൻ കില്ലറെല്ലാം കഴിച്ചാണ് സിജോ കിടന്നുറങ്ങിയത്. സിജോയ്ക്ക് 2 ദിവസം റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിനകത്ത് തന്നെയാണ് സിജോ റെസ്റ്റ് എടുക്കുന്നത്. ഉമിനീരിറക്കാൻ കഴിയുന്നില്ല എന്നതും സിജോയ്ക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായി വന്നു. ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്തതും സിജോയെ ചെറിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്നിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ സിജോ രാവിലെ എഴുന്നേൽക്കുകയും ബ്രഷ് ചെയ്യുകയുമെല്ലാം ചെയ്തു. സിജോയ്ക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ കിച്ചൺ ടീമിനോട് പറയാമെന്ന് ശ്രീതുവും ശരണിയും തീരുമാനിക്കുന്നുണ്ട്.